ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വ്ളോഗ്. അപ്പൊ ഇന്ന് ഒരു എണ്ണ കാച്ചൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എന്റെ തലമുടിയിൽ ഒരു 1.5 മാസത്തേക്ക് ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു എണ്ണ കാച്ചലാണ്. മുടി പൊഴിച്ചിൽ കുറയും ചെയ്യും, താരന് നല്ല രീതിയിൽ കുറയും. പിന്നെ എന്തൊക്കെയാ വേണ്ടുന്നതെന്ന് വെച്ചാല് വെളിച്ചെണ്ണ വേണം, അതിന്റെ കൂടെ ആവണക്കെണ്ണ വേണം, അത് കഴിഞ്ഞിട്ട് കുറച്ചധികം ഇലവർഗ്ഗങ്ങളൊക്കെ വേണം കേട്ടോ. ആദ്യം വേണ്ടുന്നത് നമുക്ക് ഒരു പിടി കേശകാന്തി വേണം. അതിന് കൂടാതെ ഒരു പിടി കീടാർനെല്ലിയും, പിന്നെ ദാണ്ട് ഈ കുഞ്ഞ സാധനം, ഇതാണ് നമ്മുടെ മുക്കൂറ്റി. ഇതും ഒരു പിടി വേണം കേട്ടോ, ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ദാണ്ട് ഇത്രയോ പ്ലേറ്റിൽ താഴെ പോയി. ദാണ്ട് ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ കീടാർനെല്ലിയാണ് കേട്ടോ. സോറി, കീടാർനെല്ലി അല്ല, കയ്യൂന്നിയാണ്. ഇതിന്റെ കൂടെ നമ്മുടെ മൈലാഞ്ചി, പിന്നെ കറിവേപ്പില, തുളസി ഇല, നെല്ലിക്ക, പിന്നെ കൂടെ ഒരു 2-3 കൊച്ചുള്ളിയും കൂടെ വേണം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് മതി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ബായോ. നമ്മള് ഇതിനകത്ത് ഇല പറിച്ചിങ്ങോട്ട് ഇടുവാണ്. ഇത് കേശകാന്തിയാണ്. എല്ലാം ഒരു പിടി വീതം തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഒരു പിടി വെച്ചിട്ടാണ് എല്ലാം പറിച്ചെടുത്ത് വെച്ചിരുന്നത്. നമുക്ക് മൈലാഞ്ചി ഇടാം. മൈലാഞ്ചി അല്ല, ഇങ്ങനെ ഇതിന്റെ കൂടെ ഒരു സാധനം കൂടെ വേണം, അത് എടുത്ത് വെക്കാൻ മറന്നു കേട്ടോ. കറ്റാർ വാഴ. അതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് എടുക്കാൻ പോയി. ഞാൻ ആദ്യം മുടി വെട്ടി പൊടിച്ചു തുടങ്ങിയപ്പോ പിന്നെ പോയി ഞാൻ ഈ എണ്ണയുടെ റെസിപ്പി എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് വന്ന് എന്റെ തലയിലെ താരനൊക്കെ ഏത് വഴി പോയെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ എണ്ണയ്ക്ക് നല്ല കട്ടിയായിരിക്കും കേട്ടോ. ഒരുപാട് നമ്മൾ മുടിയിൽ ഇട്ടാലും ഒത്തിരി അങ്ങ് പറന്നല്ല കൊഴുകൊഴാന്ന് കിടക്കത്തില്ല. കുറച്ചിങ്ങനെ പറന്ന് കിടക്കുന്ന രീതിയില്ല എന്റെ മുടിയില്ല കേട്ടോ. ആദ്യം ഭയങ്കര മുടി ഒഴിച്ചിൽ വന്നപ്പോൾ ഞാൻ തൈറോയിഡും വൈറ്റമിൻ ഡി ഒക്കെ നോക്കി, അതെല്ലാം സെറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ എണ്ണ മാറ്റിയത്. അതൊക്കെയാണ് ആദ്യം നമ്മൾ നോക്കണ്ട കേട്ടോ. തൈറോയിഡും വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് നോക്ക്. കറ്റാർ വാഴയുടെ ജെല്ലെടുക്കാൻ വല്ല എളുപ്പമാർഗം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഇതിനകത്ത് അല്പം നല്ല ജെല്ലുണ്ട്. കണ്ട മറ്റേ ജെല്ല് കുറവാണ്. ആഹാ, സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും ജെല്ല് നമുക്ക് കൊടുന്ന് കിട്ടി. വലിയ പീസായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് നെല്ലിക്കയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്ക് വൃത്തിയായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമ്മൾ അരച്ച സാധനങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ കൂടെ കാണിക്കുക. ആദ്യം നമുക്ക് നജ വെളിച്ചെണ്ണ ഒഴിക്കാം. തുറന്നു വെച്ച സമയം കഴിക്കും. ഇത് 1/2 ലിറ്റർ, നമുക്ക് 250 ഒഴിച്ചാൽ കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ 100ന്റെ ആവണക്കെണ്ണ ഇരിക്കുന്നത്. 250 ആയിട്ടില്ല ഈ കണക്കില്ലേ. ഓക്കെ, ഇനി അതെ നമ്മുടെ ആവണക്കെണ്ണ ഇത് നമ്മൾ ഒഴിക്കുകയാണേ. കഥ വിചാരിക്കുമേ. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ച സാധനം ഒന്ന് കുറച്ച് അരച്ചു വെച്ച സാധനം തുറക്കാൻ നമുക്ക് ഇതാണ് നമ്മൾ അരച്ചു വെച്ചത്. അതിനകത്ത് കുറച്ചെടുത്ത് നമുക്ക് നീരെടുക്കണം. ബാക്കി നമുക്ക് അതേപോലെ അതിനകത്ത് ഇടാം. അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ എന്ത് ചെയ്യും, എണ്ണ പിടിക്കും. അരച്ചെടുത്ത് നമുക്കിനി കുറച്ച് പിഴിഞ്ഞെടുക്കാം. ഞാൻ അപ്പം പിഴിഞ്ഞെടുത്തിട്ട് വരാവേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് ആദ്യം നമുക്ക് ഈ അരച്ച കുറച്ച് പേസ്റ്റ് ഇടാം. കയ്യിലല്ലേ ആ തവി അങ്ങ് മാറ്റി. അമ്മേ ഗൈസ്, നമുക്കൊരു അബദ്ധം പറ്റിയത് ചൂട് കുറയ്ക്കാൻ തീ കുറയ്ക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ തട്ടിയിട്ടത്. നമുക്ക് ഇതും കൂടെ ഒഴിച്ചിട്ട് ഇനി അത് പതുക്കെ ഇളക്കി എടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചേ പോയിട്ടോ. കൂട്ടണം ഗൈസ്, നമ്മളിതിന്റെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. കഴിഞ്ഞ തവണ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നെ, ഇത്തവണ ഞാൻ കയറി ഉണ്ടാക്കിയതാ. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിനെ വിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ഇത്രേ ഉള്ളു പണി. നീര് തിളച്ച് വരും. നമ്മളപ്പോൾ അതിനെ കുറച്ച് നേരം അടിയാൻ വെക്കണം. ലാസ്റ്റ് ഈ സാധനം എടുത്ത് കളയണം, എണ്ണ തലയിൽ തേക്കണം. ഇത്രേ ഉള്ളു പരിപാടി.
എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടി കിടക്കുന്ന സാധനമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. കണ്ടോ, നല്ല എണ്ണയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഗ്യാരണ്ടി, കാരണം എന്റെ മുടി ഒഴിച്ച് നല്ലപോലെ പറഞ്ഞുതരാം. പിന്നെ ഇത് ട്രൈ ചെയ്യുന്നതിന് മുന്നേ തൈറോയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അത് കാരണം മുടി കൊഴിയാം. ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.